കോടമഞ്ഞും തേയിലക്കാടുകളും നിറഞ്ഞ മനോഹരമായ മലമ്പാതയിലൂടെ കൽപ്പറ്റയിൽ നിന്നും മുണ്ടക്കയിലേക്ക് പ്രതിദിനം 27 സർവീസ്. മുണ്ടക്കൈക്കാരുടെ ഏറ്റവും പ്രിയപ്പെട്ട അട്ടമല ബസ്. എന്നാൽ ഇന്ന് ഗ്രാമത്തിനൊപ്പം ആളൊഴിഞ്ഞ തുരുത്തിൽ ഇതും ഒറ്റപ്പെട്ടു. ജോലിക്ക് പോകുന്നവരുടെ സൗകര്യം കണക്കിലെടുത്ത് അതിരാവിലെ ബസ് സർവീസ് ആരംഭിക്കും. ഒപ്പം തോട്ടം തൊഴിലാളികളുടെയും ഏക ആശ്രയമായിരുന്നു ഈ ബസ്. എന്നാൽ ദുരന്തം നാടിനെ ഒന്നാകെ വിഴുങ്ങിയതോടെ അനിശ്ചിതകാലത്തേക്ക് ഈ സർവീസും മുടങ്ങുകയാണ്. ദേ അക്കാണുന്ന ചൂരൽമലയിൽ നിന്നും ഏതാണ്ട് 3 കിലോമീറ്റർ ദൂരമുണ്ട് മുണ്ടക്കയിലേക്ക്. രാത്രി 9:40 സ്റ്റേ വണ്ടിയായാണ് ബസ് മുണ്ടക്കയിലേക്ക് എത്തുന്നത്. മുണ്ടക്കയിൽ പക്ഷേ നിർത്തിയിടാൻ സ്ഥലമില്ലാത്തതിനാൽ ആളെ ഇറക്കി തിരികെ ചൂരൽമലയിലേക്ക് ബസ് എത്തും. ദുരന്തമുണ്ടായ ദിവസം ഡ്രൈവർ സജിത്തും കണ്ടക്ടർ മുഹമ്മദ് കുഞ്ഞിയും മുണ്ടക്കയിൽ ആളെ ഇറക്കിയ ശേഷം താമസിച്ചത് ഈ ബസ്സിന് പിറകിൽ കാണുന്ന ഹെൽത്ത് സെന്ററിലാണ്. പുലർച്ചെ 1 മണിയോടെ വലിയ ശബ്ദവും കൂട്ട നിലവിളിയും കേട്ടാണ് പുറത്തിറങ്ങിയത്. നോക്കുമ്പോൾ ചുറ്റാകെ വെള്ളം. രാവിലെയാണ് ദുരന്തത്തിൻ്റെ ഭീകരത സജിത്തും മുഹമ്മദ് കുഞ്ഞിയും കണ്ടത്. തലനാരിഴയ്ക്കാണ് ഇരുവരും അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടതും. പക്ഷേ റോഡും പാലവുമെല്ലാം തകർന്ന KL-15 8047 എന്ന ബസ് ഈ തുരുത്തിൽ കുടുങ്ങി. സൈന്യമെത്തി താൽക്കാലിക പാലം നിർമ്മിച്ചെങ്കിലും അത് പോരാ വാഹനം പുറത്തിറക്കാൻ. അതിന് പുതിയ പാലവും പേരിനൊരു റോഡും വേണം. അപ്പോൾ കാത്തിരിക്കുക തന്നെ. ക്യാമറമാൻ VS രാഹുലിനൊപ്പം S ശ്രീകാന്ത്, 24 ചൂരൽമല.